ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം 2024 ഫെബ്രുവരി 2 700 ദിവസം പിന്നിടുന്നതോടെ ചരിത്രത്തിന്റെ താളുകളിൽ ഈ യുദ്ധം സംഭവിക്കാൻ പാടില്ലാത്ത ഒരു യുദ്ധമായി മാറുന്നു. എന്നാൽ ഒരു രാഷ്ട്രീയ പശ്ചാത്തലവുമില്ലാത്ത ഉക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ വിഡ്ഢിത്തത്തിന് വലിയ വിലയാണ് നിലവിൽ ഉക്രൈൻ നൽകിപ്പോരുന്നത്. റഷ്യക്കെതിരെ ഒരു പ്രോക്സി യുദ്ധം വിജയകരമായി നടത്താൻ അമേരിക്കയ്ക്കായെങ്കിലും ഉക്രൈനിയൻ ഇൻഫ്രാസ്ട്രക്ചർ തിരിച്ചറിയാൻ കഴിയാത്ത വിധം നശിപ്പിക്കപ്പെട്ടു. എന്നിരുന്നാലും ഈ യുദ്ധം മിക്ക രാജ്യങ്ങൾക്കും, പ്രത്യേകിച്ച് ഇന്ത്യക്ക്, രണ്ട് ശത്രു രാജ്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ചില അടിസ്ഥാന രാഷ്ട്രീയ സൈനിക പാഠങ്ങൾ നൽകുന്നു. ഈ പാഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശക്തിയുടെ അടയാളമായി ആണവായുധങ്ങളെ ഉയർത്തിക്കാട്ടേണ്ടതിന്റെ പ്രാധാന്യമാണ്. ശീതയുദ്ധകാലം മുതൽ ആഗോളതലത്തിൽ അസ്വസ്ഥമായ സമാധാനം നിലനിർത്താൻ ആണവായുധങ്ങൾ വിജയകരമായി വിന്യസിച്ചിട്ടുണ്ട്. അതിനാൽ ആണവായുധങ്ങളുടെ വ്യാപനം തടയാൻ P5 രാജ്യങ്ങൾ ആണവ നിർവ്യാപന ഉടമ്പടി നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അതേസമയം ആണവായുധങ്ങൾ ഉപയോഗിക്കുന്ന ഏക രാജ്യമായ അമേരിക്ക 60കളുടെ അവസാനത്തിൽ ഈ പ്രചരണത്തിന് നേതൃത്വം നൽകി എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. 1970 ആണവ നിർവ്യാപന ഉടമ്പടി നിലവിൽ വന്നുവെങ്കിലും ഈ ഉടമ്പടിയിൽ ഒപ്പുവെക്കാൻ ഇന്ത്യ വിസമ്മതിച്ചിരുന്നു. എന്നിരുന്നാലും 1964 ഒക്ടോബർ 16 ചൈന അണുബോംബ് പരീക്ഷിച്ചതിന് ശേഷം നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ഈ ആയുധത്തെ അതേ തരത്തിൽ മാത്രമേ വെല്ലുവിളിക്കാൻ കഴിയൂ എന്നതിനാൽ ഇന്ത്യ ആണവായുധത്തിലേക്ക് ഉറപ്പായും പോകണമെന്ന് ശക്തമായി വാദിച്ചു. ഈ വാദവും ഇന്ദിരാഗാന്ധിയുടെ നീക്കവും 1974 ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്താൻ കാരണമായി. അധികാര സന്തുലിതാവസ്ഥയുടെ ഘടന ശാശ്വതമായും മാറ്റാനാകാത്ത വിധത്തിലും മാറിയത് പാകിസ്ഥാൻ ആണവായുധത്തിലേക്ക് നീങ്ങുന്നതിലേക്ക് നയിച്ചു. നോ ഫസ്റ്റ് യൂസ് പോളിസി പ്രാക്ടീസ് ചെയ്യുന്നതായി അവകാശപ്പെടുന്ന ചൈന, ചൈനീസ് പ്രദേശം അനധികൃതമായി കൈവശപ്പെടുന്ന രാജ്യങ്ങളുടെ കാര്യത്തിൽ ചൈനയുടെ നോ ഫസ്റ്റ് യൂസ് നയം ബാധകമല്ല എന്നും വ്യക്തമാക്കുന്നു. അതുപോലെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഭാവിയിലെ ഏത് സമ്പൂർണ്ണ യുദ്ധത്തിലും ഇന്ത്യക്കെതിരെ ആണവായുധം ഉപയോഗിക്കണമെന്ന് പാകിസ്ഥാനിലെ സിവിലിയൻ സൈനിക നേതാക്കൾ പരസ്യമായി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ ചൈനയുടെയും പാകിസ്ഥാന്റെയും കാര്യത്തിൽ തികച്ചും വികലമായ നോ ഫസ്റ്റ് യൂസ് നയം ഇന്ത്യ പ്രയോഗിക്കില്ലെന്ന് വ്യക്തമായൊരു പ്രഖ്യാപനം നടത്തി. പകരം ശത്രുതയുള്ള അയൽക്കാരെ ഇന്ത്യ അതിന്റെ നോ ഫസ്റ്റ് യൂസ് നയത്തിന് പകരം നീഡ് ബേസ്ഡ് ഫസ്റ്റ് യൂസിലേക്ക് മാറുകയാണെന്ന് പ്രഖ്യാപിച്ചു. റഷ്യ ഉക്രൈൻ യുദ്ധം സംഭവിച്ചാൽ ഒരാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കില്ലെന്ന് പെന്റഗണിലെ ഉദ്യോഗസ്ഥർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഏതാണ്ട് 90 ആഴ്ചകളോളമായി യുദ്ധം അവസാനമില്ലാതെ തുടർന്നു പോരുന്നു. റഷ്യയെ പോലെയുള്ള ഒരു രാജ്യത്തിനെതിരെ ഇത്രയും കാലം പ്രതിരോധിച്ച് നിലകൊള്ളാൻ ഉക്രൈൻ പോലെ ഒരു ചെറിയ രാജ്യത്തിന് കഴിയുമായിരുന്നില്ല. അമേരിക്കയുടെ ആഭിമുഖ്യത്തിൽ നാറ്റോ രാജ്യങ്ങളിൽ നിന്നും കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധങ്ങളും വെടിക്കോപ്പുകളും ഒഴുകുന്നതിനാലാണ് ഉക്രൈൻ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇന്ത്യയിലെ സൈനിക നിരീക്ഷകർ പലപ്പോഴും ഇന്ത്യ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ടു ഫ്രണ്ട് യുദ്ധങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ, അതായത് ഒരു ടു ഫ്രണ്ട് യുദ്ധം 30 ദിവസമെങ്കിലും നീണ്ടു നിൽക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ തീവ്രമായ യുദ്ധത്തിനാവശ്യമായ ആയുധങ്ങളുടെയും അനുബന്ധ സാധനങ്ങളുടെയും വലിയ വിഭവങ്ങൾ ഇന്ത്യക്ക് വേണ്ടി വരുന്നു. ഇതിന് ഇന്ത്യ തയ്യാറാണോ എന്നതാണ് നിലവിൽ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം. 1962 യുദ്ധത്തിൽ ചൈന നൽകിയ ആഘാതം ഇന്നും ഇന്ത്യക്കൊരു കളങ്കമായി നിലനിൽക്കുന്നു. മുന്നേറുന്ന ചൈനീസ് സൈന്യത്തെ നശിപ്പിക്കാൻ അന്ന് തീരുമാനങ്ങൾ എടുത്തവർ ഇന്ത്യൻ വ്യോമസേനയെ അനുവദിച്ചിരുന്നുവെങ്കിൽ ചരിത്രം തികച്ചും വ്യത്യസ്തമായേനെ എന്ന് ഇന്നും സൈനിക വിദഗ്ധർ വിശ്വസിക്കുന്നു. സംഘർഷം വർദ്ധിക്കുമെന്ന ഭയം സൈന്യത്തിന്റെ ഏറ്റവും ശക്തമായ ഘടകമായ എയർ പവർ ഉപയോഗിക്കുന്നതിൽ നിന്നും ഇന്ത്യൻ സർക്കാരിനെ തടഞ്ഞിരുന്നുവെന്ന് പറയപ്പെടുന്നു. 1962 ഈ മേഖലയിലെ ഏറ്റവും ശക്തമായ വ്യോമസേനയായിരുന്നു ഇന്ത്യൻ വ്യോമസേന. ചൈനീസ് വ്യോമസേനയായ പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സിന് ഇന്ത്യൻ വ്യോമസേനയുടെ ആക്രമണത്തെ നേരിടാൻ കഴിയുമായിരുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമായിരുന്നു. റഷ്യ ഉക്രൈൻ സംഘർഷം നോക്കുകയാണെങ്കിൽ ആദ്യ ദിവസങ്ങളിൽ എയർ പവറിന്റെ അതിശക്തമായ മേന്മ അടിച്ചേൽപ്പിക്കുന്നതിൽ റഷ്യ വിജയിച്ചിരുന്നു. ശത്രുവിനെ ഉന്മൂലനം ചെയ്യാനും സംഘടനത്തിന്റെ തുടക്കത്തിൽ ഞെട്ടലും ഭയവും ഉളവാക്കാനും എയർ പവർ ഉപയോഗിക്കണമെന്ന തന്ത്രം തന്നെയാണ് റഷ്യയും ഉക്രൈനിൽ പ്രയോഗിച്ചത്. അതിനാൽ ഇന്ത്യ ടു ഫ്രണ്ട് യുദ്ധത്തിനായി തയ്യാറാകുമ്പോൾ ഉറപ്പായും സജ്ജീകരിക്കേണ്ട ആയുധങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. ഒന്നാമതായി സർഫസ് ടു എയർ മിസൈലുകൾ. ഏറ്റവും ആധുനികമായ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റമായ റഷ്യൻ S-400 പ്രകടനം നമ്മൾ എടുത്തു പറയേണ്ടതില്ല. അതേസമയം തോളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന മിസൈലുകൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇരുവശത്തും പരമാവധി നാശങ്ങൾക്ക് കാരണമായിരുന്നു. S-400 പോലെയുള്ള പ്ലാറ്റ്ഫോമുകളും അതേ വിഭാഗത്തിലുള്ള മറ്റു പലതും കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളതും വളരെ ചെലവേറിയതുമാണ്. അതിനാൽ കരസേനയ്ക്ക് ഏറ്റവും മികച്ചതും ശക്തവുമായ തത്സമയ സംരക്ഷണം നൽകാൻ തോളിൽ നിന്നും വിക്ഷേപിക്കുന്ന മിസൈലുകൾക്ക് മാത്രമേ കഴിയൂ.
അതിനാൽ ഓരോ പ്രതിരോധ പ്രദേശത്തും ഒരു കാലാൾപ്പട ബറ്റാലിയന്റെ അവിഭാജ്യ ഘടകമായി കുറഞ്ഞത് 2 തോളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന മിസൈൽ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. ശത്രു വ്യോമസേനയ്ക്ക് വൻ നാശം വിതയ്ക്കാൻ ഇത്തരം ആയുധങ്ങൾക്ക് കഴിയും. അതിനാൽ ഇന്ത്യ ഇത്തരം ആയുധങ്ങൾ വൻതോതിൽ സംഭരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. രണ്ടാമതായി പ്രിസിഷൻ ഗൈഡഡ് മ്യൂണിഷനുകൾ. 1991 ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോമിന്റെ സമയത്ത് കണ്ടതിനേക്കാൾ മികച്ചതായിരുന്നു നിലവിലെ പ്രിസിഷൻ ഗൈഡഡ് മ്യൂണിഷനുകളുടെ മികച്ച പ്രകടനം. പ്രിസിഷൻ ഗൈഡഡ് മ്യൂണിഷനുകൾ കേവലം കോംപ്ലിമെന്ററി ആയുധങ്ങൾ മാത്രമാണെങ്കിലും ഇവ ഉണ്ടാക്കുന്ന നാശങ്ങൾ വളരെ വലുതായിരിക്കും. അതിനാൽ ഇത്തരം ആയുധങ്ങൾ വൻതോതിൽ ഇന്ത്യ സംഭരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. മൂന്നാമതായി സൂയിസൈഡ് ഡ്രോണുകൾ. ഇറാനിയൻ സഹേദ് 136 UAVകൾ പോലെയുള്ള സൂയിസൈഡ് ഡ്രോണുകൾ എന്ന് വിളിക്കപ്പെടുന്ന കാമിക്കേസ് ഡ്രോണുകളുടെ ആവിർഭാവം റഷ്യ ഉക്രൈൻ സംഘർഷത്തിലെ ഏറ്റവും നിർണായകമായ ആയുധങ്ങളിലൊന്നായി ഉയർന്നു വന്നിരുന്നു. ഇന്ത്യൻ സൈന്യത്തിന് ശത്രുവിന്റെ വ്യോമ പ്രതിരോധത്തെ മറികടക്കാനും എതിരാളിയുടെ പ്രധാന സൈനിക ഇൻഫ്രാസ്ട്രക്ചറിന് ശക്തമായ പ്രഹരമേൽപ്പിക്കാനും കഴിയുന്ന ഇത്തരം ഡ്രോണുകളുടെ വൻ ശേഖരം ഇന്ത്യക്ക് അത്യാവശ്യമാണ്. നാലാമതായി ഹൈപ്പർസോണിക് മിസൈലുകൾ. തിയേറ്റർ ഓഫ് വാറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ ആയുധമായ ഹൈപ്പർസോണിക് മിസൈലുകൾ പലതും അവകാശവാദങ്ങളുമായി നൂലിഴ ബന്ധം പോലും ഇല്ലാത്തവയാണ്. റഷ്യൻ കിൻസാൽ ഹൈപ്പർസോണിക് മിസൈലുകൾ റഷ്യ ഉക്രൈൻ സംഘർഷങ്ങളിൽ ഉപയോഗിച്ചു പോരുന്നു. അതീവ അപകടകാരിയെന്ന് റഷ്യ അവകാശപ്പെടുന്ന കിൻസാൽ മിസൈലുകളെ ഉക്രൈൻ തകർത്തതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിനാൽ ഇന്ത്യ നിർമ്മിക്കുന്ന 2 ഹൈപ്പർസോണിക് മിസൈലുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിമാരകമായി തന്നെ നിർമ്മിക്കാൻ ശ്രമിച്ചു പോരുന്നു. അഞ്ചാമതായി തന്ത്രപരമായ യുദ്ധമേഖലയുടെ നിരീക്ഷണം. വ്യോമാക്രമണങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഈ പ്രശ്നം ഏറ്റവും പ്രധാനപ്പെട്ട അനുകൂല വശങ്ങളിലൊന്നായി ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ നിരീക്ഷണ വിഭവങ്ങളുടെ അഭാവം കാരണം തന്ത്രപരമായ യുദ്ധമേഖലയുടെ ഫുൾ ടൈം നിരീക്ഷണം അസാധ്യമായിരുന്നു. എന്നാൽ അമേരിക്കയിൽ നിന്നും MQ-9B ഡ്രോണുകൾ ഏറ്റെടുക്കാനുള്ള നിലവിലെ ഇന്ത്യയുടെ തീരുമാനം ഒരു ഗെയിം ചേഞ്ചറായി കണക്കാക്കപ്പെടുന്നു. ആറാമതായി പുതിയ സംഘർഷങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്ന സൈനിക സഖ്യങ്ങൾ. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എടുത്ത ഏറ്റവും നിർണായകമായ തീരുമാനം ശീതയുദ്ധകാലത്തിന്റെ മൂർധന്യത്തിലും ഇന്ത്യ ചേരാതിരിക്കുമെന്ന് ഉറപ്പാക്കുക എന്നതായിരുന്നു. റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം കഴിഞ്ഞ 60-ലധികം വർഷങ്ങളിൽ എല്ലാ കൊടുങ്കാറ്റുകളെയും അതിജീവിച്ച് മികച്ച രീതിയിൽ വളർന്നു. നമ്മുടെ കൂടെയില്ലാത്തവർ ഞങ്ങൾക്കെതിരാണ് എന്ന് അമേരിക്ക പ്രചരിപ്പിച്ചിട്ടും ഏതെങ്കിലും സൈനിക സഖ്യത്തിൽ ചേരാൻ വർഷങ്ങളായും അമേരിക്ക ശ്രമിച്ചിട്ടും ഇന്ത്യ വഴങ്ങിയിരുന്നില്ല. ഇന്ത്യ ഒരു സൈനിക സഖ്യത്തിലും ചേരാൻ താല്പര്യമില്ലാത്ത രാജ്യമാണെങ്കിലും ക്വാഡ് സഖ്യം നിലവിലൊരു സൈനിക സഖ്യമായി പരിണമിക്കുന്നുവെന്നും ആരോപണങ്ങളുണ്ട്. പ്രാരംഭ 12 രാജ്യങ്ങളിൽ നിന്നും 32 രാജ്യങ്ങളിലേക്ക് നാറ്റോ വികസിപ്പിക്കുന്നതിനുള്ള തുടർച്ചയായ അമേരിക്കൻ നിർബന്ധം ഗുരുതരമായ ആഗോള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. നിലവിൽ സ്വീഡൻ 33ാമത് നാറ്റോ അംഗമാകാനും അതിനുശേഷം ഉക്രൈൻ നാറ്റോയിൽ 34ാമത്തെ രാജ്യമായി എത്താനും ആഗ്രഹിക്കുന്നു. എന്നാൽ സ്വീഡന്റെ അംഗത്വം അംഗീകരിക്കില്ലെന്ന് തുർക്കി പ്രസിഡന്റ് എർദോഗൻ വ്യക്തമാക്കുന്നു. അതുപോലെ ഉക്രൈനിനെ നാറ്റോയിലേക്ക് കൊണ്ടുവരാനുള്ള അമേരിക്കൻ ആഗ്രഹത്തെ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ചോദ്യം ചെയ്യുന്നു. അതിനാൽ നിലവിലുള്ള നാറ്റോ അംഗങ്ങളുടെ എതിർപ്പ് കാരണം ഉക്രൈനിനെ നാറ്റോയിലേക്ക് സ്വാഗതം ചെയ്തേക്കില്ല എന്നും കരുതപ്പെടുന്നു. അഥവാ ഇനി അങ്ങനെ സംഭവിച്ചാൽ യൂറോപ്പിൽ ഇത്തവണ വീണ്ടും ഒരു ആണവ സ്ഫോടനത്തിന് സാക്ഷ്യം വഹിച്ചേക്കും. കാരണം റഷ്യ ഇതിനോടകം തന്നെ ബെലാറസിൽ തന്ത്രപരമായ ആണവായുധങ്ങളുടെ ആദ്യ ബാച്ച് നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിനാൽ ഇന്ത്യൻ നേതൃത്വം നമ്മുടെ പ്രശസ്തമായ കാത്തിരിപ്പ് നയം ഉപേക്ഷിച്ച് ചൈനയും പാകിസ്ഥാനെയും അകറ്റി നിർത്താനുള്ള ഉറച്ച നടപടികൾ ആരംഭിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ ആദ്യപടിയായി നമ്മുടെ ആണവ നയം നീഡ് ബേസ്ഡ് ഫസ്റ്റ് യൂസിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ ഊന്നൽ നൽകണം. നീഡ് ബേസ്ഡ് ഫസ്റ്റ് യൂസ് പോളിസിയും നോ ഫസ്റ്റ് യൂസ് പോളിസിയും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം ആദ്യത്തേതൊരു ആക്ട് പോളിസിയും രണ്ടാമത്തേതൊരു റിയാക്റ്റീവ് പോളിസിയുമാണ് എന്നതാണ്. ഇനി ഒരു 1962 കൂടി ആവർത്തിക്കാൻ അവസരം ചൈന ഉണ്ടാക്കിയാൽ നീഡ് ബേസ്ഡ് ഫസ്റ്റ് യൂസ് പോളിസി ചൈനയ്ക്ക് വളരെ വലിയ പ്രതികൂല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. തെറ്റായ തീരുമാനങ്ങൾ പ്രതികൂലമായ പ്രത്യാഘാതങ്ങളും വിവേകപരമായ തീരുമാനങ്ങൾ എല്ലായ്പ്പോഴും എല്ലാ സമയത്തും അനുകൂലമായ ഫലങ്ങളും ഉണ്ടാക്കുന്നു എന്നത് ഇന്ത്യയുടെ ഈ നീക്കങ്ങൾ വഴി ലോകത്തിന് കാണിച്ചു കൊടുക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു.